കോടീശ്വരനാണെന്നറിയാതെ പിച്ചക്കാരന് തുല്യമായിട്ടുള്ളൊരു ജീവിതം ജീവിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിനു നിങ്ങളത് ചിന്തിക്കണമല്ലേ? എന്നാൽ ഇങ്ങനൊരു അവസ്ഥയിൽ ജീവിച്ച ഒരാളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ദിസ് ഈസ് അശ്വതി. വെൽക്കം ബാക്ക് ടു ദ അൺനോൺ ഫയൽസ്. ജർമ്മനിയിൽ ജോർജ് വെൽഹം എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതിയും പിച്ചെടുത്തിട്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. അദ്ദേഹത്തിന് നല്ലൊരു വീടുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് ഭക്ഷണം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ അറിയുന്ന എല്ലാവരും അദ്ദേഹം വളരെ ദരിദ്രനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ഒരാളാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തിനാ അദ്ദേഹത്തിന് അടുത്ത ബന്ധുക്കാർ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അകന്ന ബന്ധത്തിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ പകുതിയും ഈ ജോർജ് വെൽഹത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യമാണെങ്കിലോ ജോർജ് വെൽഹത്തിന് അറിയില്ല. കാരണം അദ്ദേഹത്തിന് പെർമനൻ്റ് ആയിട്ടുള്ളൊരു അഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വത്തിൻ്റെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ സ്വത്തിൻ്റെ അധികൃതർ ഈ ജോർജ് വെൽഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആദ്യമൊന്നും പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഈ ജോർജ് വെൽഹത്തിനെ കണ്ടുപിടിക്കുന്നതും അദ്ദേഹത്തെ ഈ കാര്യം അറിയിക്കുന്നതും. ഇതൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ പകുതിയിലേറെയും അദ്ദേഹം ഒരു പിച്ചക്കാരനായി തന്നെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും തൻ്റെ ആയുസിൻ്റെ പകുതിയിലേറെ ജീവിക്കാനായിട്ടും മറ്റുള്ളവരോട് യാചിച്ചിരുന്ന ഒരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിലൊരു കോടീശ്വരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് അറിഞ്ഞതോ ഇല്ല. ഇങ്ങനെയുള്ളൊരു റിലേറ്റീവിൻ്റെ കാര്യം അദ്ദേഹത്തിന് മറന്നുപോയി എന്നാണ് അധികൃതർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹം കോടീശ്വരനാണെന്നുള്ള കാര്യം തന്നെ അദ്ദേഹം മറന്നുപോയി. നമ്മുടെ ലൈഫിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ശരിക്കൊരു മാജിക് ആയിരിക്കും അല്ലേ? അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ആ മാജിക് ശരിക്കും സംഭവിച്ചു. പക്ഷേ ആയുസിൻ്റെ പകുതിയും കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസിനായി ദ അൺനോൺ ഫയൽസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.